എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം LR ബൊട്ടിക് കൊമ്പിടിഞ്ഞാമാക്കൽ. ഇന്ന് നമുക്ക് വീണ്ടും കുറച്ച് ബാഗുകളുടെ കളക്ഷൻ കാണാം. ഓഫീസിലേക്ക് കൊണ്ടുപോകുന്ന ബാഗുകള്, പിന്നെ ലഞ്ച് ബോക്സ് വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗുകള്, പിന്നെ കുറച്ച് കോസ്മെറ്റിക് ബാഗുകൾ, അങ്ങനെ പലതരത്തിലുള്ള ബാഗുകളാണ്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് കാണിക്കുന്ന ബാഗ് ഇതാ ഒരു പുതിയ മോഡൽ ബാഗ് വന്നതാണ്. ഇത് കാച്ചി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ബാഗാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഒരു മൗ ഷെയ്ഡും ഒരു സീ ഗ്രീൻ ഷെയ്ഡും ആണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഫ്രണ്ട് ഭാഗം. ഹാഫ് ആൻഡ് ഹാഫ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. ഇതിന്റെ വാറ് കണ്ടോ, ഒരു പ്രത്യേകതയുള്ള ഒരു വാറാണ്. ഇതും ഇങ്ങനെ ഒരു ഫാൻസിക്ക് വേണ്ടി ഒരു റിബൺ ഒക്കെ കെട്ടുന്നത് പോലെ ഒരു കെട്ട് ഇങ്ങനെയുണ്ട്. പിന്നെ നീളത്തില് ഷോൾഡറിൽ ഇടണം എന്നുള്ളവർക്ക് സ്ലിങ് ഇടാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇതിന്റെ ബാക്ക് സൈഡില് ഒരു സിബും ഒരു പോക്കറ്റും ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ സെന്ററിൽ ഒരു സിബ്, ഇത് നീളത്തിൽ ഇടാനുള്ള ഒരു സ്ലിങ്, പിന്നെ ഇത് എടുത്ത് പേപ്പറുകളൊക്കെ മാറ്റി കഴിയുമ്പോൾ ഇത്രയ്ക്ക് സ്പേസ് ആണുള്ളത്. ഇതിൽ 5 ഫോൾഡിന്റെ കൂട ഇടാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു വെള്ളത്തിന്റെ കുപ്പി അതൊക്കെ വെക്കാം. ഇതിന്റെ സൈഡിൽ ഒരു സിബും പോക്കറ്റും ഉണ്ട്. അപ്പൊ ഈ ബാഗുകളിൽ പല നിറം ബാഗുകൾ വരുന്നുണ്ട്. എല്ലാത്തിന്റെയും ഇങ്ങനെ ഡബിൾ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അത് ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 750, 750. ഇപ്പൊ ഞാൻ ആദ്യം കാണിച്ച ബാഗ് എന്ന് പറയുന്നത് ഒരു മൗ കളറും അതല്ലെങ്കിൽ ഒരു ഷാമ്പയിൻ പിങ്കും ഒരു സീ ഗ്രീൻ ഷെയ്ഡും. ഇനി ഇതില് അടുത്തത് വരുന്നത് ഒരു ബ്രൗൺ വിത്ത് ബ്ലാക്ക് ആണ് അടുത്തൊരു ഷെയ്ഡ് വന്നിരിക്കുന്നത്. പിന്നത്തെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് പീകോക്ക് ബ്ലൂ വിത്ത് ഷാമ്പയിൻ പിങ്ക്. പിന്നത്തെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഷാമ്പയിൻ പിങ്ക് വിത്ത് ഇതിന്റെ ഓപ്പോസിറ്റ് റിവേഴ്സ് കോമ്പിനേഷൻ ആണ് ഇതില്, വിത്ത് പീകോക്ക് ബ്ലൂ. പിന്നെ വന്നിരിക്കുന്നത് സീ ഗ്രീൻ ടു ലൈറ്റ് മൗ ഷെയ്ഡ്. പിന്നത്തെ ഒരെണ്ണം ലൈറ്റ് പിങ്ക് ടു ഗ്രേ ഷെയ്ഡ്. അപ്പൊ ഇത്രയും ഷെയ്ഡുകളിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 750. ഇരിക്കുന്നത് ലഞ്ച് ബോക്സ് വെച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇത് ഞാൻ മുമ്പ് ഈ ഷേപ്പിലുള്ള ഒരു ബാഗ് മുമ്പ് കാണിച്ചായിരുന്നു. അതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പം കൂടിയതാണ് ഇപ്രാവശ്യം കാണിക്കുന്നത്. ഇതൊക്കെ ട്രാൻസ്പെറന്റ് വാട്ടർ പ്രൂഫ് ആണ്. ഈ മെറ്റീരിയൽ എല്ലാം വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ ആണ്. അപ്പൊ വെള്ളം ഇച്ചിരി ആയാലും കുഴപ്പമില്ല. ഇതിന്റെ സിബ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, ചൂട് നിൽക്കാൻ വേണ്ടിയുള്ള സിൽവറിന്റെ കോട്ടിംഗ് ആണ് ഇതിന്റെ ഉള്ളിൽ മുഴുവൻ വെച്ചിരിക്കുന്നത്. പിന്നെ ചിലർ ചോദിക്കാറുണ്ട് 2 ടിഫിൻ ബോക്സ് കൊള്ളുന്നു. സുഖമായിട്ട് ഇതിന്റെ ഉള്ളിൽ 2 ടിഫിൻ ബോക്സ് വെക്കാൻ പറ്റുന്നതാണ്. ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു സിബും ഒരു പോക്കറ്റും വേറെ ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ MRP വരുന്നത് 380. ഇതിന്റെ സൈഡിൽ ഇതാ വീണ്ടും ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്. ഇതിൽ നമുക്ക് വെള്ളത്തിന്റെ കുപ്പി വേറെ വെക്കാൻ പറ്റും. അപ്പൊ ഒരു 5 മണിക്കൂറൊക്കെയാണ് ഇതില് ചൂട് നിൽക്കുക. അപ്പൊ ഇതിന്റെ MRP വരുന്നത് 380 ആണ്. MRP വരുന്നത് 380 ആണ്. ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്നത് 360-നാണ്. അപ്പൊ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഒരു ഡാർക്ക് പർപ്പിൾ ടു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ്. പിന്നത്തെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ബ്ലൂ ടു ടർക്കോയിഷ് ബ്ലൂ. പിന്നത്തെ ബ്ലൂ എന്ന് പറയുന്നത് ഒരു നേവി ബ്ലൂവിൽ തന്നെ ഇതുപോലത്തെ ഒരു ഡിസൈൻ ആണ്. അപ്പൊ ഇതില് സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇതില് സാധനങ്ങളൊന്നും ഇല്ലാത്തതാണ്. അപ്പൊ ഇങ്ങനെ 3 ഷെയ്ഡുകളിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 360. ഇത് കാണിക്കുന്നതും ഇതുപോലെ തന്നെ ലഞ്ച് ബോക്സ് വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതിന്റെ ഷേപ്പ് കണ്ടോ, ഒരു റെക്ടാങ്കിൾ ഷേപ്പിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതില് ഇവിടെ ഒരു കള്ളി ഇത് വെള്ളം കുപ്പി വെക്കാനായിട്ട്. ഇതാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ. ഇവിടെ ഒരു സിബും പോക്കറ്റും ഉണ്ട്. അത് കൂടാതെ ഈ സിബ് തുറന്നു കഴിയുമ്പോ ഇത് ഇത്രയ്ക്ക് സ്പേസ് ഇതിലുണ്ട് കേട്ടോ. ഇതിപ്പോ പ്ലാസ്റ്റിക് കവർ വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഞാൻ പ്ലാസ്റ്റിക് കവർ വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എന്നാലാണ് അതിന്റെ ഷേപ്പ് മനസ്സിലാവുള്ളൂ. നേരത്തെ കാണിച്ച ഷേപ്പ് വേറെ, ഇപ്പോഴത്തെ ഷേപ്പ് വേറെ. ഇതിലും 2 ടിഫിൻ ബോക്സ് സുഖമായിട്ട് വെക്കാൻ പറ്റുന്നതാണ്. ഇതിന് 380 തന്നെയാണ് ഇതിന്റെയും MRP. ഞാൻ നിങ്ങൾക്ക് ഇത് തരുന്നത് 350 രൂപ. അപ്പൊ ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഈ നല്ല ഭംഗിയുള്ള ഈ ബ്ലൂ. പിന്നത്തെ ഷെയ്ഡ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ. ഇങ്ങനെ 2 ഷെയ്ഡിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. അടുത്തത് നമ്മൾ ഒരുപാട് പ്രാവശ്യമായി ഇപ്പൊ ഞാൻ കൊണ്ടുവരുന്ന ഈ കോസ്മെറ്റിക് ബോക്സ്, അതല്ലെങ്കിൽ ടോയ്ലറ്റിലെ സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ബാഗ്. നമ്മൾ എങ്ങോട്ടെങ്കിലും യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ബ്രഷ്, പേസ്റ്റ്, അല്ലെങ്കിൽ നമ്മളുടെ മേക്കപ്പ് സാധനങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കിറ്റാണിത്. അപ്പൊ ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യമായി പല മോഡൽ കൊണ്ടുവരുന്നത്. ഇത് ഇപ്രാവശ്യം കൊണ്ടുവന്നതും ഒരു
പുതിയൊരു ഡിസൈനാണ്. ഈ ഡിസൈൻ ഇതുവരെ കാണിച്ചിട്ടില്ല. ഇതിൽ നിറച്ച് ഫ്ലോറലാണ്, പീച്ചാണ് ഷെയ്ഡ്. കണ്ടോ, നല്ല ഭംഗിയുള്ള ഫ്ലോറൽസ് ആണ്. ഇതിന്റെ ഈ അടിഭാഗവും ഇങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം ഇതുപോലെ ഫ്ലോറലാണ്. സൈഡിൽ വരുമ്പോൾ ഇത് ട്രാൻസ്പെറന്റ് ആണ്. പിന്നെ ഇതിപ്പോ നമ്മൾ ഒരെണ്ണം തുറന്നു കഴിഞ്ഞാല് എന്താ ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇതാ ഇങ്ങനെയുള്ള സൈഡുകളില് നമ്മള് ട്രാൻസ്പെറന്റ് ആണ്. ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഇതുപോലെയുള്ള കവറിംഗ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഉള്ളിൽ നമുക്ക് നമ്മളുടെ ഇന്നേഴ്സ് ഒക്കെ മടക്കി മടക്കി വെച്ച് കൊണ്ടുപോകാൻ പറ്റും. ഇത് തുറന്നു കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളില് വീണ്ടും ഒരു ബോക്സ് കൂടി ഉണ്ട്. കണ്ടോ ഈ ബോക്സ്. ഇനി അത് തുറക്കുമ്പോ വീണ്ടും ഒരു ബോക്സ്, അത് തുറക്കുമ്പോൾ വീണ്ടും ഒരു ബോക്സ്. അപ്പൊ നോക്ക്, 4 ബോക്സ് ആണ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ അവൈലബിൾ ആയിരിക്കുന്നത്. ഒരെണ്ണം തുറന്നു കഴിഞ്ഞാൽ 4 പീസ് ഇങ്ങനെ കിട്ടും. കണ്ടോ? അപ്പോ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 350 രൂപ. ഇത് നമുക്ക് യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ, നമ്മൾ ടൂർ പോകുമ്പോൾ ഒക്കെ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പോ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇതുപോലെ പീച്ചില് ഇങ്ങനെ ഫ്ലോറൽസ്. പിന്നത്തെ ഒരു ഷെയ്ഡ് ഇതാ ഗ്രീൻ ആണ്, പേസ്റ്റൽ ഗ്രീനില് ഇതുപോലെ ഫ്ലോറല്. പിന്നത്തെ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഗ്രേയില് ഫ്ലോറൽസ്. അപ്പൊ ഇങ്ങനെ 3, ഇതിന്റെ എല്ലാത്തിന്റെ ഉള്ളിൽ ഇതുപോലെ 4 ബാഗുകൾ, 4 പൗച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോ ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 350. ഇനി ഇത് തന്നെ ഞാൻ ഈ ഡിസൈൻ മുമ്പ് ഒരിക്കൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ മോഡൽ ഇതും മുകളിലും ബാക്കിലും ഒക്കെ, ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഇതുപോലെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ബാക്കിയുള്ള സൈഡിലൊക്കെ ഇതുപോലെ ട്രാൻസ്പെറന്റ് ആണ്. കണ്ടോ? ഈ ഭാഗത്ത് മാത്രമാണ് ട്രാൻസ്പെറന്റ്. അപ്പോ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ വീണ്ടും ഒരു പൗച്ച്, അത് തുറന്നു കഴിയുമ്പോൾ ഇതിൽ വീണ്ടും ഒരു പൗച്ച്, പിന്നെ ഇത് തുറക്കുമ്പോൾ ഇതിൽ വീണ്ടും ഒരു പൗച്ച്. അപ്പൊ ഈ ഡിസൈനിൽ ഈ ഒറ്റ കളർ മാത്രമാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളൂ, ഈ പിങ്ക് ഷെയ്ഡ് മാത്രം. ഇതിലും 4 ബോക്സ് ഉണ്ട്, 4 ചെറിയ ചെറിയ ബോക്സുകളുണ്ട്. ഇതില് ഈ ഡിസൈനില് 3 ഷെയ്ഡാണ് അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിലും ഒരു ബോക്സ് മേടിച്ചാൽ 4 എണ്ണം അവൈലബിൾ ആണ് ഇതിന്റെ ഉള്ളിൽ. അപ്പോ ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 350, 350. ബാഗ് ഇത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്, 1 2 പ്രാവശ്യം, 2 പ്രാവശ്യം തോന്നുന്നു ഞാൻ ഇത് കാണിച്ചിരിക്കുന്ന ഒരു ബാഗാണ്. നല്ല കസ്റ്റമർ റിവ്യൂ ഉള്ള ഒരു ബാഗായിരുന്നു. ഇപ്പോഴും കസ്റ്റമേഴ്സ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാഗാണ്. അപ്പൊ ഇപ്രാവശ്യം ചെന്നപ്പോ എനിക്ക് കുറച്ച് ഷെയ്ഡുകൾ ഇതിന്റെ കിട്ടി. അപ്പൊ ഞാൻ വീണ്ടും കൊണ്ടുവന്നതാണ്. ഇതിന്റെ സ്ലിംഗ് എന്ന് പറയുന്നത് ഇതുപോലെ വീതിയുള്ള സ്ട്രാപ്പാണ്. ഇപ്പൊ വീതിയുള്ള സ്ട്രാപ്പാണ് ഒരു ട്രെൻഡ്. അത് തന്നെയല്ല, വീതിയുള്ള സ്ട്രാപ്പ് ഇടാനാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത്. നമുക്ക് ക്രോസ് ചെയ്ത് ഇടാം, അതല്ലാതെ ഒരു സൈഡിലും ഇടാം. ഇപ്പൊ ഞാൻ ആദ്യം കാണിക്കുന്നത് നല്ലൊരു മൗ ഷെയ്ഡാണ്. ഇത് കാച്ചി ബ്രാൻഡിന്റെ ബാഗാണ്. ഇതാണ് ഇതിന്റെ ഫ്രണ്ട് സൈഡ് വന്നിരിക്കുന്നത്. ഇത് ലോക്ക് ഇങ്ങനെ തിരിക്കുക, ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഇതില് 2 കള്ളിയാണ് വന്നിരിക്കുന്നത്. ഇതില് 3 ഫോൾഡിന്റെ കൊട, വെള്ളം കുപ്പി അങ്ങനത്തെ ഒന്നും വെക്കാൻ പറ്റില്ല. ഇത് നമുക്ക് യാത്ര പോകുമ്പോ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് ഒക്കെ പോകുന്ന സമയത്ത് നമ്മുടെ മൊബൈല്, കണ്ണാടിക്കൂട്, പൈസ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട്, 5 ഫോൾഡിന്റെ കൂടെ ഇതിലും കൊള്ളും കേട്ടോ. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് പോവാൻ പറ്റുന്ന ഒരു ബാഗാണ്. നല്ലൊരു ബാഗാണ്, നല്ല മെറ്റീരിയൽ ആണ്. ഇതിന്റെ ബാക്ക് സൈഡിലും ഒരു സിബും ഒരു പോക്കറ്റും ഉണ്ട്. അപ്പൊ ഈ ഫസ്റ്റ് കാണിക്കുന്ന കളർ എന്ന് പറയുന്നത് ഒരു മൗ ഷെയ്ഡ് ആണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 675, 675. ഇത് ഞാൻ കാണിച്ച കളർ ഒരു മൗ കളർ ആയിരുന്നു. പിന്നത്തെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡ്, പിന്നത്തെ ഒരു ഷെയ്ഡ് ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ്, പിന്നത്തെ ഷെയ്ഡ് ഇതൊരു പീകോക്ക് ബ്ലൂ ഒക്കെ ഒരു ഷെയ്ഡാണ്. അപ്പൊ ഇങ്ങനെ 4 ഷെയ്ഡിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. എല്ലാത്തിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 675. ഓഫീസ് യൂസിന് പറ്റുന്നത്, ജോലിക്കാരിപ്പോ ഒരുപാട് പേര് ചോദിച്ച് ജോലിക്കൊക്കെ സ്കൂൾ തുറക്കാൻ പോകല്, ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന, ഇത് ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗാണ്. ഈ ടൈപ്പ് ബാഗ് ഞാൻ മുമ്പും കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എന്റെ കയ്യിൽ നിന്ന് മേടിച്ച കസ്റ്റമേഴ്സിന് അറിയാം. ഇത് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള, കണ്ടോ, നല്ല കാച്ചി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ബാഗാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബാഗാണ്. വളരെ സിമ്പിൾ ഡിസൈൻ ആണ്. ഇതുമേ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സ്ട്രിങ് പോലെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നു. പിന്നെ ഇതിന്റെ സെന്ററിൽ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും പറയാനില്ല. ഒരു വൈറ്റ് ത്രെഡ് കൊണ്ട് ഒരു ലൈനാണ് പോയിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡില് ഇതുപോലെ ഒരു സിബും പോക്കറ്റും ഉണ്ട്. അത് കൂടാതെ സിബ് ഇല്ലാത്ത ഒരു ചെറിയൊരു പോർഷനും ഇവിടെ ഉണ്ട്. പിന്നെ ഇതിന് ഒരുപാട് നീളത്തിൽ ഇടാനുള്ള സ്ലിംഗ് ഉള്ള ബാഗ് അല്ല കേട്ടോ.
ഇത് നമുക്ക് തോളിൽ ഇടാൻ പറ്റുന്ന ഒരു ബാഗാണ്, അതല്ലാതെ കുറെ ലെങ്ത്തിൽ ഇടാൻ പറ്റുന്ന ഒരു ബാഗ് അല്ല. അപ്പൊ ഇതിന്റെ ഇതാ സിബ് തുറന്നു കഴിയുമ്പോ പേപ്പറുകളൊക്കെ എടുത്തു കഴിയുമ്പോ ഇതാ ഇത് നല്ല സ്പേസ് ഉള്ള ബാഗാണ്. ഇങ്ങനെ രണ്ട് കള്ളിയുണ്ട്, സെന്ററിൽ ഒരു സിബും പോക്കറ്റും ആണ് കണ്ടോ. സെന്ററിൽ ഒരു സിബും ഒരു പോക്കറ്റും ഉണ്ട്. ഇതിന്റെ ഉള്ളിലൊക്കെ അടിച്ചു വെച്ചിരിക്കുന്ന മെറ്റീരിയലൊക്കെ നല്ല മെറ്റീരിയൽ ആണ്. ഇതിന്റെ ഒരു സൈഡില് സിബ് ഇല്ലാത്ത ഒരു ചെറിയൊരു പൗച്ച്, മറ്റേ ഭാഗത്ത് സിബ് വിത്ത് പോക്കറ്റ് കണ്ടോ, ഇതുപോലെ ഒരു പോക്കറ്റും ഉണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ 3 ഫോൾഡിന്റെ കൊട നമുക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പോകുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ വെക്കാം ആ സാധനങ്ങളെല്ലാം ഇതിൽ വെക്കാൻ പറ്റുന്ന നല്ലോണം സാധനങ്ങൾ കൊള്ളുന്ന സ്പേസ് ഉള്ള, അത് തന്നെയല്ല അതിന്റെ മെറ്റീരിയലിനാണ് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 935. ഇപ്പൊ ഞാൻ കാണിക്കുന്ന നല്ലൊരു ഗ്രീൻ ഷെയ്ഡ്, ചെറുപയർ പച്ചയുടെ ഒക്കെ അല്ലെങ്കിൽ പിസ്ത ഗ്രീന്റെ ഷെയ്ഡ് എന്ന് പറയാം, നല്ലൊരു ഷെയ്ഡ്. അടുത്തത് വരുന്ന ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ്. പിന്നെ വരുന്ന ഷെയ്ഡ് ഇതാ നല്ലൊരു മൗ ഷെയ്ഡ് അല്ലെങ്കിൽ ഷാമ്പെയിൻ പിങ്ക്. പിന്നത്തെ ഒരു ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ഗ്രേ ഷെയ്ഡ്. പിന്നത്തെ ഒരു ഷെയ്ഡ് ബ്രൗൺ ഷെയ്ഡ്. ഇത് ഇത്രയും ഷെയ്ഡുകളിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിലെല്ലാത്തിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 935, 935. അപ്പോൾ ഇന്ന് ഈ കാണിച്ച ബാഗുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഇഷ്ടം പോലെ കോളേജിലേക്കും അതുപോലെ തന്നെ സ്കൂളിലോ ഓഫീസ് ബാഗുകൾ ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗുകളൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്, കടയിലുണ്ട്. സാധിക്കുന്നവരെല്ലാവരും കടയിൽ വരിക. ഇപ്പൊ വെക്കേഷൻ അല്ലേ, അപ്പൊ നിങ്ങളൊക്കെ ഇങ്ങനെ ഈ വഴി കൂടെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവിടേക്ക് വരണം കേട്ടോ. അപ്പൊ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.